ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കണ്ണൂരിൽ നിന്ന് നമ്മുടെ മുന്നിലേക്ക് ഈ പകലെത്തിയത്. കണ്ണൂർ പയ്യന്നൂരിൽ ജോലി സമ്മർദ്ദം താങ്ങാനാവാതെ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കി. അനീഷ് ജോർജിന്റെ മരണത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുകയാണ് കോൺഗ്രസ്. CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന് വിവരശേഖരണത്തിനൊപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ മരണത്തിൽ ആരെയും കുറ്റപ്പെടുത്താനില്ല എന്ന നിലപാടിലാണ് കുടുംബമുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ കലക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. CPM ശക്തികേന്ദ്രമായ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ BLO ആയിരുന്നു അനീഷ് ജോർജ്. ഒപ്പം കുന്നൂർ UP സ്കൂളിലെ പിയൂണും ആയി ജോലി ചെയ്തു വരികയാണ്. അങ്ങനെ രാവിലെ മക്കളെയും ഭാര്യയെയും ഒപ്പം അച്ഛനെയും അമ്മേനെയും പള്ളിയിൽ കുർബാനയ്ക്കായി എത്തിച്ചു. അതിനുശേഷം തിരികെ മടങ്ങി വീട്ടിലെത്തി. ഈ ബന്ധുക്കൾ തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് നോക്കുമ്പോഴാണ് അനീഷ് ജോർജിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അനീഷ് ജോർജിന്റെ സഹോദരി ഭർത്താവ് തന്നെ ആരോപിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ജോലി സമ്മർദ്ദവും ഒപ്പം രാഷ്ട്രീയ സമ്മർദ്ദവും. അതായത് ജോലി സമ്മർദ്ദം എന്നത് ഇത് ഇന്ന് തന്നെ പൂർത്തീകരിക്കണം, 30 വീടുകൾ കൂടി കയറാനുണ്ട് എന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ അനീഷ് ജോർജിന് വാർഡ് വിഭജനത്തെ തുടർന്ന് വാർഡിന്റെ അതിർത്തികൾ കൃത്യമായി അറിയില്ല. അപ്പോൾ ഒപ്പം മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെ കൊണ്ടുപോയി അതിനെ എതിർ പാർട്ടിക്കാർ എതിർത്തു. അത്തരത്തിലുള്ള ഭീഷണിയും സമ്മർദ്ദവും ഉണ്ടായിരുന്നു എന്നതാണ് സഹോദരി ഭർത്താവിന്റെ ആരോപണം. സമ്മർദ്ദം താങ്ങാൻ പറ്റാതെയാണ് അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. വീടുകളിൽ ഇപ്പോൾ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ 2-3 ദിവസങ്ങളായിട്ട് പുള്ളി ഇങ്ങനെ കൂട്ടുകാരൊക്കെ പറയായിരുന്നു, കുട്ടികളെയൊക്കെ കണ്ടിട്ട് 2-3 ദിവസങ്ങളായി ഭയങ്കര ടെൻഷനാണ്. എന്നാൽ കോൺഗ്രസ് കുറച്ചുകൂടി ഗുരുതരമായ ആരോപണം CPM-നെതിരെ ഉയർത്തി. കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റിനോട് അനീഷ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് അവിടുത്തെ CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന്റെ ഓഡിയോ വിവരങ്ങളുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. അദ്ദേഹത്തിന് വളരെ രീതിയിലുള്ള മാനസിക പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല വീടുകാർക്ക് അറിയത്, അവരുടെ BLA കൂടെ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, അനീഷേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥാനാർത്ഥി ആവുന്നുള്ള ഊഹാപോഹങ്ങളിലായിരിക്കാം ഞാൻ വീടുകൾക്ക് കയറുന്നതും ആൾക്കാരുമായി സംസാരിക്കുന്നതും ഇവർക്ക് ഇഷ്ടപ്പെടാത്തത്. ഇവരാരാന്നുള്ളത് വോയിസ് വരുമ്പോൾ കൃത്യമായിട്ട് ആളുടെ പേര് വെച്ച് പറയും. SIR-ന്റെ ഇതുകൊണ്ടാണ് ആത്മഹത്യയെങ്കിൽ ആ ജോലി രാജിവെച്ചാൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ എന്തെല്ലോ മാനസികമായ പീഡനം ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ അനീഷിന്റെ പിതാവ് ജോർജ് മാധ്യമങ്ങളെ കണ്ടു. തന്റെ മകന്റെ മരണത്തിന് ആരും കാരണക്കാരല്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ ജോലിപരമായ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ആ ടെൻഷനാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചതെന്നും പിതാവ് വ്യക്തമാക്കി. ഒരു പരിചയമില്ലാത്ത വിസ്തൃതമായ ഏരിയയിൽ എല്ലാവരെയും കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ ഏതെങ്കിലും വ്യക്തിക്കോ സമൂഹത്തിനോ യാതൊരു ബാധ്യതയുമില്ല. അനീഷ് ജോർജിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന്റെ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. നാളെയാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.